ഇപ്പോൾ ഒരു 1.5 lakh rupees താങ്കൾക്ക് സാലറി ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 5000 രൂപയാണ് ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം. ഇപ്പൊ താങ്കൾ ഒരു 10 ലക്ഷം രൂപ ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് താങ്കൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ കിടന്നുറങ്ങുന്ന സമയത്ത് പെർ ഡേ 330 രൂപ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് 10 ലക്ഷത്തിന് പകരം 1 കോടി രൂപ ഉണ്ടെങ്കിൽ 3300 രൂപ പെർ ഡേ. ഇപ്പൊ 2 കോടി ഉണ്ടെങ്കിൽ 6600 രൂപ. 10 കോടി രൂപ ഉണ്ടെങ്കിൽ ഏകദേശം 33,000 രൂപ പെർ ഡേ ഒരു ദിവസം. അതായത് ഇവിടെ ആക്റ്റീവ് ഇൻകം എത്ര? 5000 രൂപ. ഇവിടെ നാളെ നമ്മുടെ സമയമോ സ്കില്ലോ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമാനം ഇല്ലാതാവും. പക്ഷെ ഇവിടെ ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കില്ല് കൊടുക്കാത്ത സമയത്തും നമുക്ക് ഈ പറഞ്ഞ സംഭവം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രിയ സുഹൃത്തെ, വർഷങ്ങൾക്ക് മുൻപ് താങ്കൾ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് താങ്കളുടെ ഒരു ക്യാൻവാസ് ഈ തരത്തിലായിരുന്നു. അതായത് മൊത്തം ബ്ലാങ്ക് ആയിരുന്നു. പക്ഷെ താങ്കൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് താങ്കൾക്ക് ഒരു പേന കിട്ടി, ഒരു മാജിക് പെൻ. അത് ആ ഗൾഫിലെ ജോലി. ഈ ജോലി ഉപയോഗിച്ച്, ഈ പേന ഉപയോഗിച്ച് താങ്കൾ താങ്കളുടെ ക്യാൻവാസിലേക്ക് ഇപ്പോൾ ഒരു വീട് താങ്കൾ വരച്ചു. ഒരുപക്ഷെ ഇപ്പം താങ്കൾ ഈ ഒരു ക്യാൻവാസിലേക്ക് താങ്കൾ ഒരു കാറ് ചേർത്തിട്ടുണ്ടാവും. പിന്നെ താങ്കളുടെ മക്കൾക്ക് മികച്ച രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം താങ്കൾ ഈ ഒരു പേന ഉപയോഗിച്ച്, ഈ മാജിക് പേന ഉപയോഗിച്ച് താങ്കൾ ചെയ്തിട്ടുണ്ടാവും. ഇതിന് പുറമെ ഇപ്പൊ താങ്കളുടെ ലൈഫ് സ്റ്റൈൽ, ആ ലൈഫ് സ്റ്റൈലിൽ ഒരു കാതലായിട്ടുള്ള ഒരു മാറ്റം താങ്കൾ ഈ പേന ഉപയോഗിച്ചിട്ട്, അതായത് ഗൾഫിൽ ജോലി ഉപയോഗിച്ചിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേനക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ പേന എപ്പോഴും നമ്മുടെ കയ്യിലില്ല. ഏത് നിമിഷം വേണമെങ്കിൽ ഈ പേന നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാം. അതായത് ഗൾഫിൽ ജോലി നമുക്ക് നഷ്ടപ്പെടാം. ഇപ്പൊ നമുക്കറിയാം, യുദ്ധത്തിന്റെ അവസ്ഥയിൽ ഇഷ്ടംപോലെ ആൾക്കാരുടെ ജോലി ഒറ്റ മെയിലിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പേന എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ സപ്പോസ് ഇപ്പൊ താങ്കളുടെ കയ്യിൽ ഈ ഒരു പേന കയ്യിലുണ്ടെങ്കിൽ താങ്കൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേന ഉപയോഗിച്ചിട്ട് താങ്കളുടെ ലൈഫ് സ്റ്റൈൽ, താങ്കൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ലൈഫ് സ്റ്റൈൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള വേറെ അതർ ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നേ ദിവസം ഇതിന്റെ പ്രാധാന്യം എന്താണ്, ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എന്നത് താങ്കളുടെ ഉത്തരവാദിത്വമാണ്. കാരണം അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നതും താങ്കളുടെ ഉത്തരവാദിത്വമാണ്. മാറ്റം വരുത്തിയില്ലെങ്കിൽ അനുഭവിക്കേണ്ടത് താങ്കൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. Once again, welcome back to the Tomicha Digs, powered by Dice Invest. My name is Prince Dice. Tomicha Digs എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഇപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് സാലറി എന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ട്. എന്തുകൊണ്ട് ഈ സോഴ്സ് ഉപയോഗിച്ചിട്ട് വേറെ പല ഇൻകം സോഴ്സുകൾ ജനറേറ്റ് ചെയ്യണം, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളുടെ സുഹൃത്തുക്കളായ നമ്മുടെ ജോസിച്ചനെ തൊമ്മിച്ചനെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഇവിടെ നമ്മുടെ ജോസിച്ചനുണ്ട്. ഇവിടെ ഞാൻ ജോസിച്ചനൊന്ന് വരക്കുണ്ട്. ഇത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഇതാണ് ജോസിച്ചൻ. ഇവിടെ നമ്മുടെ തൊമ്മിച്ചനുണ്ട്. തൊമ്മിച്ചനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. ഇവിടെ 2 വ്യക്തികളുണ്ട്. അപ്പൊ ഇവിടെ ഇവര് 2 പേരും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച്, ജോസിച്ചനെ സംബന്ധിച്ച് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പില്ലർ ഉണ്ട്. ഈ പില്ലറാണ് ഇദ്ദേഹത്തിന്റെ സാലറി. ഈ പില്ലറിന്റെ മുകളിലാണ് ഇദ്ദേഹം ഒരു വീട് പണിത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വീട് പണിത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജോസിച്ചൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് കിട്ടുന്ന ഈ സാലറി മൊത്തം വീട് പെയിന്റ് അടിക്കാനും വീടിൽ വേണ്ട ബാക്കിയുള്ള TV, ഫ്രിഡ്ജ്, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി കിട്ടുന്ന സാലറി മൊത്തം ഇദ്ദേഹം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിന്റെ സാലറി ഇവിടെ ഇല്ലാതായി. കാരണം ഈ ഒരൊറ്റ പില്ലറിലാണ് ഈ വീട് മൊത്തം നിന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സാലറി ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ സംഭവം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴും. അതേസമയം നമ്മൾ
തൊമ്മിച്ചൻ എന്താ ചെയ്തത്? ഇപ്പൊ തൊമ്മിച്ചനും ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇദ്ദേഹത്തിനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പില്ലർ ഉണ്ട്. ആ പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി തന്നെയാണ്. ഇതിന്റെ മുകളിൽ തന്നെയാണ് നമ്മുടെ തൊമ്മിച്ചനും ഒരു വീട് പണിതത്. ഇതിന്റെ മുകളിൽ തന്നെ തൊമ്മിച്ചൻ ഒരു വീട് പണിതു. പക്ഷെ തൊമ്മിച്ചൻ എന്ത് ചെയ്തു? തൊമ്മിച്ചൻ ഈ കിട്ടുന്ന സാലറി ഉപയോഗിച്ചിട്ട് വീട് അത്യാവശ്യം വേണ്ട മെയിൻ്റനൻസും അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് പുറമെ ഈ സാലറി യൂസ് ചെയ്തിട്ട് തൊമ്മിച്ചൻ എന്ത് ചെയ്തു? ഇവിടെ പല ഇൻകം സോഴ്സുകൾ, പല 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 ചെറിയ ചെറിയ തൂണുകൾ തൊമ്മിച്ചൻ ഇവിടെ പണിയാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ജോസിച്ചന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തൊമ്മിച്ചന്റെ ജീവിതത്തിലും ഈ പ്രധാനപ്പെട്ട തൂണ് ഇല്ലാതായി. അപ്പൊ പ്രധാനപ്പെട്ട തൂണ് ഇല്ലാതായിപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട തൂണ് ഇല്ലാതായി കഴിഞ്ഞപ്പോഴേക്കും ഇത് മൊത്തം ഇടിഞ്ഞൊളിഞ്ഞു വീണു. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഈ തൂണ് ഇല്ലാതായപ്പോഴേക്കും ഇവിടെയുള്ള ഈ തൂണുകൾ ഇതിനെ റീപ്ലേസ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തൂണ് ഇല്ലാതായ സമയത്തും ഈ വീട് അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് അവിടെ സ്റ്റേ ചെയ്തു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻകം എപ്പോഴും ഉണ്ടാവില്ല. ഇപ്പൊ താങ്കൾ പ്രത്യേകിച്ച് ഗൾഫ് NRI ആണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ആ ഇൻകം സോഴ്സ് നഷ്ടപ്പെടാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇൻകം ഉള്ള സമയത്ത് ഈ തൂണ് പണിയുക, നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഈ തൂണിനെ റീപ്ലേസ് ചെയ്യാവുന്ന രീതിയിലുള്ള തൂണുകൾ പണിയുക എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ഇൻകം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം. അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആദ്യം നമ്മുടെ ആക്റ്റീവ് ഇൻകത്തെ കുറിച്ച് മനസ്സിലാക്കാം. ഇതിന് നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ ജോസിച്ചനെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ജോസിച്ചന്റെ ഇതിപ്പോ ഒരു കിണറാണ്. ഈ കിണറിൽ ഇപ്പൊ നമ്മുടെ ജോസിച്ചൻ ഇവിടെ നിൽക്കുന്നതാണ്. ജോസിച്ചന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്ങ് ദൂരെ ഏകദേശം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കിണറിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരെയാണ് ജോസിച്ചന്റെ വീട്. അപ്പൊ ജോസിച്ചൻ എന്ത് ചെയ്യും? എല്ലാ ദിവസവും എന്ത് ചെയ്യും? ഈ ജോസിച്ചൻ ഒരു ബക്കറ്റായിട്ട് വരും. ഈ ബക്കറ്റായിട്ട് വന്നതിന് ശേഷം ഈ കിണറിൽ നിന്ന് വെള്ളം കോരി ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കും. അതിനുശേഷം ആ വെള്ളം ഉപയോഗിച്ച് ഇദ്ദേഹം പാചകം ചെയ്യും, വെള്ളം കുടിക്കും, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ ഈ ഒരു പ്രവൃത്തി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം 10 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു, 30 വർഷം കഴിഞ്ഞു. ഇപ്പൊ ജോസിച്ചന് പ്രായമായി. പണ്ടത്തെ പോലെ ഇത്ര നടക്കാനുള്ള ശേഷിയില്ല. പിന്നെ നടക്കും മാത്രമല്ല, ഈ വെള്ളം കോരാനുള്ള ശേഷിയില്ല, വെള്ളം കൊണ്ടുപോകാനുള്ള ശേഷിയില്ല. അതിൻ്റെ ഇടക്കാണെങ്കിൽ പെട്ടെന്ന് അദ്ദേഹം തെന്നി വീണ് കാലക്കൊടിഞ്ഞു. അപ്പൊ ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിന് ഇവിടെ പോകാനുള്ള സന്ദർഭമില്ല. പക്ഷെ ഇദ്ദേഹത്തിന് വീട്ടിലെ ആവശ്യത്തിന് വെള്ളം വേണം. വെള്ളം കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല. ഇന്നിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലുള്ള മിക്ക ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആക്റ്റീവ് ഇൻകം. അവരെ ആക്ടിവിറ്റിക്ക്, അവരുടെ സമയത്തിന്, അവരുടെ സ്കില്ലിന്, അതിനാണ് ഇൻകം കിട്ടുന്നത്. നാളെ ഇവരുടെ ആക്ടിവിറ്റിയോ സമയമോ സ്കില്ലോ ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിലേക്കുള്ള വെള്ളം, അതായത് പണത്തിന്റെ സോഴ്സ് ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുക എന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ പിന്നെ അതർ സോഴ്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ നമ്മൾ പല പില്ലറുകൾ കണ്ടു. ആ പില്ലറുകൾ ഒരിക്കലും ആക്റ്റീവ് ഇൻകത്തിന് ബേസ് ചെയ്ത് ഉണ്ടാക്കി വെക്കരുത്. അത് നമ്മൾ പാസീവ് ഇൻകം. അപ്പൊ പാസീവ് ഇൻകം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ തൊമ്മിച്ചനെ നമുക്ക് എടുക്കാം. അപ്പൊ തൊമ്മിച്ചൻ തൊമ്മിച്ചനും ഇപ്പൊ ഇതേപോലെ തന്നെ ഇവിടെ ഒരു കിണറുണ്ട്. ഈ കിണറിൽ ഇവിടെ നമ്മുടെ തൊമ്മിച്ചൻ ഇവിടെ ഉണ്ട്. തൊമ്മിച്ചന്റെ വീട് ഇവിടെയായിട്ടാണ്. ഇത് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരെയാണ് തൊമ്മിച്ചന്റെ വീടുള്ളത്. അപ്പൊ തുടക്കകാലങ്ങളിൽ
ഇപ്പൊ നമ്മുടെ തൊമ്മിച്ചൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചെന്ന് പറയാം, ഇവിടെ വരും, ഇവിടുന്ന് ബക്കറ്റിൽ വെള്ളം കോരിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് വെച്ച് കഞ്ഞി വെക്കുകയും ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ആ സമയത്ത് തന്നെ തൊമ്മിച്ചൻ ചെയ്തൊരു കാര്യമുണ്ട്. തൊമ്മിച്ചൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ടാങ്ക് പണിയാൻ തുടങ്ങി. അങ്ങനെ കുറെ നാളുകളെടുത്ത് ഇദ്ദേഹം വലിയൊരു ടാങ്ക് ഇവിടെ പണിതു. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതിന് ശേഷം കുറച്ചും കൂടി എക്സ്ട്രാ ടൈം എടുത്തിട്ട് ഇദ്ദേഹം ഈ ടാങ്കിലേക്ക് വെള്ളം നിറക്കാൻ തുടങ്ങി. അപ്പൊ ഇതെല്ലാം കണ്ട സമയത്ത് ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന് കളിയാക്കാൻ തുടങ്ങി. എടാ, ഇപ്പൊക്കെ ലൈഫൊക്കെ എൻജോയ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മൾ നീ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഇത്തരം വെള്ളത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, നീ എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് ഇതിൽ ശേഖരിച്ചു നോക്കണം? ഇപ്പൊക്കെ അല്ലേ ഈ സമയത്തല്ല അടിച്ചു പൊളിക്കേണ്ടത്. ഇഷ്ടംപോലെ ആൾക്കാർ കളിയാക്കി. പക്ഷെ തൊമ്മിച്ചൻ എന്ത് ചെയ്തു? ഈ ടാങ്ക് പണിതായിലേക്ക് വെള്ളം നിറക്കാൻ തുടങ്ങി. അതിനുശേഷം ഇദ്ദേഹം ഇതിൽ നിന്ന് ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു പൈപ്പ് കുഴിച്ചിടാൻ തുടങ്ങി. 5 കിലോമീറ്റർ ദൂരമാണ്. ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വേറെ ആരുമില്ല. ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുവന്നിട്ട് ഒരു മമ്മട്ടി എടുത്തിട്ട് ഇങ്ങനെ കുഴിച്ച് ഒരു പൈപ്പ് ഇടാൻ തുടങ്ങി. അപ്പോഴും വേറെ കുറെ ആൾക്കാർ വന്ന് കളിയാക്കാൻ തുടങ്ങി. പക്ഷെ ഇതൊന്നും തൊമ്മിച്ചനൊന്നും വകവെച്ചില്ല. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു, ഒരു 10-20 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ തൊമ്മിച്ചൻ ഈ പൈപ്പിന്റെ ഇവിടെ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തൊമ്മിച്ചൻ അത്യാവശ്യം പ്രായമായി. ഇപ്പൊ പണ്ടത്തെ പോലെ അധ്വാനിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് ഇപ്പൊ തൊമ്മിച്ചൻ ഇവിടെ എന്താണ്, ഇവിടെ തൊമ്മിച്ചൻ റെസ്റ്റ് എടുക്കും. അതിനുശേഷം ആവശ്യമുള്ള സമയത്ത് ഇവിടെ വന്ന് ടാപ്പ് തുറക്കുമ്പോൾ അതിൽ നിന്ന് പുള്ളിക്ക് വെള്ളം കിട്ടും. അതായത് ഇദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്തും എപ്പോ വേണം ഇദ്ദേഹത്തിന് ആവശ്യം, ആ സമയത്ത് ഇദ്ദേഹം ജസ്റ്റ് ഒന്ന് ടാപ്പ് തുറക്കുക, വെള്ളം എടുക്കുക. അദ്ദേഹം ഭംഗിയായിട്ട് ഇദ്ദേഹം ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പാസീവ് ഇൻകം കാരണം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തും നമുക്കൊരു ഇൻകം സോഴ്സ് കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ചെറിയൊരു എക്സാമ്പിൾ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു 1.5 lakh റുപ്പീസ് താങ്കൾക്ക് സാലറി ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 30 ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെർ ഡേ നിങ്ങളുടെ വരുമാനം വരുന്നത് 5,000 റുപ്പീസാണ്. 5000 രൂപയാണ് ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം. ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് ഇപ്പൊ സപ്പോസ് ഇപ്പൊ താങ്കൾ ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. അതിൽ നിന്ന് ഒരു ശരാശരി ഒരു 12% റിട്ടേൺ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു വർഷം കൊണ്ട് അത് ജനറേറ്റ് ചെയ്യുന്നത് 1.2 lakh ആണ്. ഇതിനെ നമ്മൾ 365 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കിട്ടുന്നത് 330 രൂപ. അതായത് ഇപ്പൊ താങ്കൾ ഒരു 10 ലക്ഷം രൂപ ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് താങ്കൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ കിടന്നുറങ്ങുന്ന സമയത്ത് പെർ ഡേ 330 രൂപ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് 10 ലക്ഷത്തിന് പകരം 1 കോടി രൂപ ഉണ്ടെങ്കില 330 പകരം 3300 പെർ ഡേ. അതായത് ഇവിടെ ആക്റ്റീവ് ഇൻകം എത്ര? 5000 രൂപ. ഇവിടെ നാളെ നമ്മുടെ സമയമോ ടൈമോ സ്കില്ലോ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമാനം ഇല്ലാതാവും. പക്ഷെ ഇവിടെ ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കില്ല് കൊടുക്കാത്ത സമയത്തും നമുക്ക് ഈ പറഞ്ഞ സംഭവം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ 2 കോടി ഉണ്ടെങ്കിൽ ഏകദേശം 6600 രൂപ. അതായത് ഇതിനെ ഓവർടേക്ക് ചെയ്തു. 5 കോടി രൂപ ഉണ്ടെങ്കിൽ ഏകദേശം 16,500 രൂപ. 10 കോടി രൂപ ഉണ്ടെങ്കിൽ ഏകദേശം 33,000 രൂപ പെർ ഡേ ഒരു ദിവസം. ഇവിടെ നമ്മളെ സമയമോ കഴിവോ ഈ പറഞ്ഞ സംഭവങ്ങളോ ഒന്നല്ല ഇവിടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ അസറ്റാണ് നമുക്ക് വേണ്ടി പേ ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഡയസ് ഇൻവെസ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഡയസ് ഇൻവെസ്റ്റ് ഒരു 3500-ലധികം കസ്റ്റമേഴ്സിന്റെ ഏകദേശം 575 കോടി രൂപയുടെ അസറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 575 കോടി രൂപയുടെ
12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 65-69 കോടിയെ വരും ഒരു വർഷം. അതിനെ 365 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ദിവസം 19 ലക്ഷം രൂപ. ഒരു ദിവസം 19 ലക്ഷം രൂപ. അതായത് ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും കൂടി പാസീവ് ഇൻകോട്ട് ഏറ്റവും ചുരുങ്ങിയത് ഓൺ ആൻ ആവറേജ് ഒരു 19-20 ലക്ഷം രൂപയെങ്കിലും ഒരു ദിവസം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു അസറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തും നമുക്ക് അത് വെച്ച് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ഞങ്ങളുടെ മിഷൻ 2035 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കോടിപതി നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. 10,000 കോടിപതി നിക്ഷേപകരെ. ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം ഒരു 3,500ഓളം കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെല്ലാവരും ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മൾ സംബന്ധിച്ച് ഒരു കോടി രൂപ അടുത്ത 10 വർഷത്തിനുള്ളിൽ നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം ഒരു 45,000 റുപ്പീസ്, മന്ത്ലി ഒരു 45,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഏകദേശം ഒരു 30 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ ഞങ്ങൾ ഒരു ക്രൈറ്റീരിയ വരുന്ന, അതായത് ഇപ്പൊ ഞങ്ങൾ സർവീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് മിനിമം ഒരു SIP എമൗണ്ട് ഒരു 45,000 അല്ലെന്നുണ്ടെങ്കിൽ ഒരു 30 ലക്ഷം രൂപയെങ്കിലും സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ പേഴ്സണലൈസ് സർവീസ് കൊടുക്കുന്നത്. അപ്പൊ താങ്കൾക്ക് ഇത് അഫോർഡബിൾ ആണെങ്കിൽ താങ്കൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഞങ്ങളെ മിഷൻ 2035 ഭാഗമാകാൻ താങ്കൾക്ക് സാധിക്കും. ഇനി താങ്കളെ സംബന്ധിച്ച് ഇത് പറ്റാത്ത, ഇത് അഫോർഡബിൾ അല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ മികച്ച രീതിയിൽ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും ഉണ്ട്. അപ്പൊ അവരുടെ സഹായത്തോടെ താങ്കൾക്ക് ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് താങ്കൾക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒറ്റ പില്ലറിനെ മാത്രം ബേസ് ചെയ്ത് പോകാതെ ഈ പില്ലർ, അതായത് ഈ വരുമാനമുള്ള സമയത്ത് അതർ പില്ലേഴ്സ് നമ്മൾ പണിയുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് താങ്കൾ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അനുഭവിക്കേണ്ടത് ഞാനോ അല്ലെങ്കിൽ മറ്റു പലരും അല്ല, താങ്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു തീരുമാനം താങ്കൾ എടുക്കുക. താങ്കൾ ഒരു നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് ഒരു ഇൻകം സോഴ്സ് ഉറപ്പുവരുത്തി വളരെ അഭിമാനത്തോടെ ജീവിക്കുവാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.